ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കണ്ണൂരോളം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പെരളശ്ശേരി അമ്പലത്തിലെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മക്രേരി അമ്പലത്തിൽ ആ ദിവസം തന്നെ നമ്മൾ പോയിരുന്നു. അതിൻ്റെ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ ആണ് ഈ വീഡിയോ. കമാൺ. പെരളശ്ശേരി അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു. അത്രയും ദൂരത്തിലാണ് ഇതുള്ളത്. കണ്ണൂരിൽ നിന്ന് ടൗണിൽ നിന്ന് വരുമ്പോൾ 20 കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം. അപ്പോൾ നമ്മൾ പെരളശ്ശേരി അമ്പലത്തിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ച് അവിടുത്തെ പായസമെല്ലാം കഴിച്ച ശേഷം നേരെ മക്രേരി അമ്പലത്തിലേക്കാണ് പോയത്. നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പുതിയതായി എന്തെല്ലോ ബിൽഡിങ്ങെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതെന്തിൻ്റെയാണെന്നൊന്നും ശരിക്കും അറിയില്ല. സൈഡിൽ ഇങ്ങനെ 2 സൈഡിലായിട്ട് വലിയ ബിൽഡിംഗ്, ഇതെല്ലാം പുതിയ എടുത്തതാണിപ്പോൾ. ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിനി അമ്പലത്തിലേക്ക് കടക്കാൻ പോവാന്ന്. ഉള്ളിലുള്ള കോവിൽ, ഹനുമാൻ കോവിൽ, അതേപോലെ സുബ്രഹ്മണ്യ സ്വാമീൻ്റെ കോവിലിൻ്റെ ഉള്ളിലൊന്നും അങ്ങോട്ടൊന്നും ക്യാമറ കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ നമ്മൾ പുറത്ത് ഇങ്ങനെ കുറേ ക്യാമറ ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അതെല്ലാം ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിനും ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. പെരളശ്ശേരി അമ്പലത്തിൻ്റെ ഐതിഹ്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഐതിഹ്യവും. അതായത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പെരളശ്ശേരി അമ്പലത്തിലെ പ്രതിഷ്ഠ ശ്രീരാമസ്വാമി നടത്തിയതാണ്. അവിടെ സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി വിഗ്രഹം കൊണ്ടുവരാൻ ഹനുമാനെ പറഞ്ഞു വിടുകയും മുഹൂർത്ത സമയം കഴിഞ്ഞിട്ടും ഹനുമാൻ തിരിച്ചെത്താതിരുന്നപ്പോൾ രാമൻ കയ്യിലെ വള ഊരി അവിടെ പ്രതിഷ്ഠ നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ തിരിച്ച് വിഗ്രഹവുമായി എത്തിയ ഹനുമാൻ വളരെ സങ്കടത്തിലാവുകയും ഹനുമാനോട് കുറച്ച് വടക്കുമാറി ഒരു പുണ്യസ്ഥലത്ത് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ രാമൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ സ്ഥലമാണ് മർക്കടശ്ശേരി. മർക്കടനായ ഹനുമാൻ പ്രതിഷ്ഠ നടത്തിയതുകൊണ്ട് അവിടെ മർക്കടശ്ശേരി എന്നറിയപ്പെടുകയും ആ മർക്കടശ്ശേരി പിന്നീട് ലോപിച്ച് മക്രേരിയായി മാറുകയും ചെയ്തു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. മുങ്ങിക്കുളിച്ച് ശുദ്ധി വരുത്തിയതിന് ശേഷം പ്രതിഷ്ഠ നടത്തണമെന്ന് ശ്രീരാമൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഹനുമാൻ തൻ്റെ വാലിട്ടടിച്ച് അവിടെ ഒരു കുളം നിർമ്മിക്കുകയും ആ കുളത്തിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷമാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നുമാണ് പറയപ്പെടുന്നത്. ആ കുളമാണ് ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്രക്കുളം. പ്രാർത്ഥനക്കും അനുഗ്രഹത്തിനുമായി ഒരുപാട് ഭക്തർ ഇവിടെ ഹനുമാനെയും സുബ്രഹ്മണ്യനെയും മാത്രമല്ല വിഷ്ണു, ഗണപതി എന്നിവരെയും ആരാധിക്കാനായി എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ പ്രാർത്ഥനക്കുള്ള സമയം, അതായത് നട തുറന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ പുലർച്ചെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയാണ്. അതുപോലെ തന്നെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് ഹനുമാന് ഗദ ഒപ്പിക്കലാണ്. അതൊരു വെള്ളി ഗദ നമുക്ക് തരും. അത് തല ഒഴിഞ്ഞിട്ട് അവിടെ സമർപ്പിക്കലാണ് പ്രധാന വഴിപാട്. അതുപോലെ അവിൽ നിവേദ്യം ഒക്കെ പ്രധാന വഴിപാടാണ്. പ്രശസ്ത സംഗീതജ്ഞനും കടുത്ത ആഞ്ജനേയ ഭക്തനുമായ ശ്രീ വി ദക്ഷിണാമൂർത്തി സ്വാമികളുടെ വരവോടെയാണ് ഈ ക്ഷേത്രം കൂടുതൽ പ്രശസ്തി ആർജിച്ചത്. ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ദക്ഷിണാമൂർത്തി സ്വാമികൾ എല്ലാ വർഷവും ഇവിടെ സംഗീത അർച്ചന നടത്താറുണ്ട്. അതുപോലെ ഒരു സരസ്വതി മണ്ഡപവും അദ്ദേഹം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഇതാണ് സരസ്വതി മണ്ഡപം. നമുക്ക് അകത്ത് കയറി ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ചുമരിൽ സ്വാമികൾ ചിട്ടപ്പെടുത്തി അപൂർവ രാഗങ്ങളിലുള്ള കീർത്തനങ്ങളൊക്കെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളും അദ്ദേഹം ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അത് തൊട്ടടുത്ത് മ്യൂസിയം ഉണ്ട്, അവിടെ നമുക്ക് കാണാം.
നല്ല വലിയ ഏരിയയിലാണ് ഈ ക്ഷേത്രമുള്ളത്. ഒരുപാട് സ്ഥലം ഇങ്ങനെ നടുമുറ്റത്തായിട്ട് തന്നെ ഉണ്ട്. ഇനി നമുക്ക് ക്ഷേത്രക്കുളത്തിലേക്കൊന്ന് പോയിട്ട് വരാം. ഇതുവഴി സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് കുളത്തിലേക്ക് പോകാനുള്ളത്. പോകുന്ന വഴിയൊക്കെ നമ്മൾ മുന്നേ വരുമ്പോൾ നിറയെ ഉരുളൻ കല്ലുകളെല്ലാം ആയിട്ട് നമുക്ക് നടക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നോക്കിയാട്ടെ, ഇപ്പോൾ എല്ലാം ഇൻ്റർലോക്കെല്ലാം ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഐതിഹ്യത്തിലെ ഹനുമാൻ വാലിട്ടടിച്ച് നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന കുളം. വളരെ വലിയ ഏരിയയിലുണ്ട്. നല്ല വലിപ്പത്തിലുള്ള നല്ല പ്രകൃതി ഭംഗി ഒത്തിണങ്ങിയ ഒരു പ്രദേശവും കുളവും ഒക്കെയാണ്. ഇതാണ് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പേരിലുള്ള മ്യൂസിയം. അദ്ദേഹത്തിൻ്റെ എല്ലാ ഉപഹാരങ്ങളും അദ്ദേഹം ഈ ക്ഷേത്രത്തിന് വേണ്ടി സമർപ്പിച്ചത് കൊണ്ടാവാം മ്യൂസിയമാക്കാൻ ഈ ക്ഷേത്രം തന്നെ തിരഞ്ഞെടുത്തത്. 50 വർഷം നീണ്ട അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളും അവാർഡുകളും അദ്ദേഹം ഇവിടെ സമർപ്പിച്ചിട്ടാണുള്ളത്. അതൊക്കെ ഇവിടെ പ്രദർശനത്തിന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ രാഗങ്ങളും എല്ലാം ഇവിടെ ചുവരിലായി കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഛായാചിത്രവും ഇവിടെയുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമി മുൻകൈയെടുത്ത് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്ന ത്യാഗരാജ അഖണ്ഡ സംഗീതാരാധനാ യജ്ഞം ഇവിടെ ഇപ്പോഴും നടത്തിപ്പോരുന്നുണ്ട്. സംഗീത ജീവിതത്തിൽ താൻ നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളും പുരസ്കാരങ്ങളും തൻ്റെ ഇഷ്ട ഭഗവാന് സമർപ്പിച്ച ഒരാളാണ് അദ്ദേഹം. എല്ലാ മതങ്ങളെയും അവരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ഇനിയും കണ്ണൂരോളത്തിൻ്റെ വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.